നിങ്ങൾക്ക് ഈ മഹത്വമല്ല ലഭിക്കാനുള്ള കാരണം എന്താണ്? ഈ മഹത്വങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കാനുള്ള കാരണം എന്താണ്? ആ സമയത്ത് ഈ പ്രിയപ്പെട്ട സുഹൃത്ത് പറയുകയാണ്, ബിഈസാരി റിളല്ലാഹി അലാ റിളാഇ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഒരു യോഗ്യത എന്ന് പറയുന്നത് തഅലീമു മാ അല്ലമഹുല്ലാഹ്. അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കണേ, അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണേ. അല്ലാഹു എല്ലാത്തിൻ്റെയും അപ്പുറത്തുള്ളവനാണല്ലോ അല്ലാഹ്. ആ അല്ലാഹ് ആദരിച്ചതിനെ എങ്ങനെയാണ് നമുക്ക് ആദരിക്കാതിരിക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് അള്ളാഹു ആദരിച്ചതിനെ ആദരിച്ചാൽ അള്ളാഹു വലിയ സന്തോഷം കൊണ്ട് എല്ലാ നിലക്കും നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണ്. അതേ അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി കാണാം. മഹാനവറുകൾ പറയുകയാണ്, മഹാനായ അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും അടുത്ത നല്ലൊരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്തും മഹാനുഭാവനും എല്ലാ സമയത്തും ഒരുമിച്ചാണ് നടക്കാറുള്ളത്. ഈ സുഹൃത്ത് എന്ന് പറയുന്നത് ഔലിയാക്കളിൽപ്പെട്ട മനുഷ്യനാണ്. നന്നായി നിസ്കരിക്കുന്ന 20 വർഷക്കാലത്തോളം അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കഅബ തവാഫ് ചെയ്ത മഹാനാണ് ഈ പ്രിയപ്പെട്ട സുഹൃത്ത്. പക്ഷേ ആ സുഹൃത്തിന് ചെറിയ ഒരു പ്രത്യേകതയുണ്ട്. ആ സുഹൃത്ത് നല്ല വസ്ത്രം ധരിക്കൂല, പണ്ഡിതന്മാരുടെ വസ്ത്രം ധരിക്കൂല, ചീത്തയാളുകളുടെ വസ്ത്രം ധരിക്കുന്നതായിട്ട് കാണാം. ചില സമയങ്ങളിലൊക്കെ ചീത്തയാളുകളുമായിട്ട് ഏർപ്പെടുന്നതും കാണാം. അങ്ങനെ എല്ലാ ദിവസവും അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു നോമ്പെടുക്കാറുണ്ട്. അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും നോമ്പെടുക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട ഈ കൂട്ടുകാരൻ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് നോമ്പനുഷ്ഠിക്കാറുള്ളത്. പക്ഷേ മുഹറം 1 തൊട്ട് 10 വരെ ഈ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എല്ലാ വർഷവും കൃത്യമായി നോമ്പനുഷ്ഠിക്കാറുണ്ട്. അങ്ങനെ വിജനമായ മരുഭൂമിയിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. അങ്ങനെ അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു തർസൂസ് എന്ന നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു. ആ സമയത്ത് മരുഭൂമിയിൽ താമസിക്കുന്ന ഈ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കൂടെ വിളിക്കുകയാണ്, എന്റെ കൂടെ തർസൂസിലോട്ട് പോരണോ? ഉടനെ ആ പ്രിയപ്പെട്ട കൂട്ടുകാരനും മഹാനുഭാവന്റെ കൂടെ ചെല്ലുകയാണ്. അങ്ങനെ പോകുന്ന സമയം, അങ്ങനെ ചെന്നിട്ട് തർസൂസ് എന്ന് പറയുന്ന നാട്ടിൽ ജീവിക്കുമ്പോൾ ഒരു വിജനമായ പ്രദേശത്ത് വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരൻ മരണപ്പെട്ടു പോകുന്നു. വേറെ ആരും ആ സ്ഥലത്തില്ല. ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരൻ മരണപ്പെടുകയാണ്. ഉടനെ തന്നെ അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മയ്യത്ത് പരിപാലനത്തിന് വേണ്ട കഫൻ തുണിയും സുഗന്ധദ്രവ്യങ്ങളുമെല്ലാം മേടിക്കുന്നതിന് വേണ്ടി തൊട്ടപ്പുറത്തുള്ള പട്ടണത്തിലേക്ക് യാത്രയാവുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് കഫൻ തുണിയും ആവശ്യമുള്ള സാധനങ്ങളുമെല്ലാം എടുത്തുകൊണ്ട് തിരിച്ചു പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ സമീപത്തേക്ക് വരുന്നു. പക്ഷെ മഹാനുഭാവൻ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ തെരുവോരങ്ങളിലെല്ലാം ആളുകൾക്കിടയിൽ ഒരു സംസാരം പരന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രധാനിയായ ഒരു മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടേ എന്ന സംസാരം ആ നാടാകെ പരന്നിട്ടുണ്ട്. അങ്ങനെ മഹാനുഭാവൻ കഫംപുടയുമായി തിരിച്ചു വന്നപ്പോഴേക്ക് അതേ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ചുറ്റും എല്ലാ നിലക്കും ജനനിബിഡമാണ്. കൂട്ടുകാരന്റെ സമീപത്തേക്ക് ചെല്ലാൻ പറ്റാത്ത രൂപത്തിൽ ജനങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അത്ഭുതം കൂറിക്കൊണ്ട് അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു ഒരുവിധം കഷ്ടപ്പെട്ട് ജനങ്ങളെല്ലാം തിക്കി മാറ്റിക്കൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഇതുവരെ എവിടെയും മഹാനുഭാവൻ കാണാത്ത പച്ച നിറത്തിലുള്ള എഴുത്തുണ്ടായ ഒരു തുണി ഇങ്ങനെ മഹാനുഭാവന്റെ പുറത്ത് ഇങ്ങനെ വിരിച്ചിരിക്കുന്നു. വെള്ളത്തുണി തന്നെയാണ്, പക്ഷെ അതിൽ എന്തുണ്ട്? പച്ച നിറത്തിലുള്ള എഴുത്തുകളുണ്ട്. ഇന്നേ വരെ അത്രക്കും മുന്തിയ ഒരു തുണി ഒരു മയ്യത്തിന്റെ പുറത്തും കണ്ടിട്ടില്ല.
ഒരു ജനാസയുടെ പുറത്തും നിന്നേ വരെ അത്രക്കും മുന്തിയ ഒരു തുണി കണ്ടിട്ടില്ല. ആ തുണിയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഹാദാ ജസാഉ മൻ ആസറ റിളല്ലാഹി മിൻ റിളാ നഫ്സിഹി വഅഹബ്ബ ലിഖാഅനാ ഫഅഹയൈനാ ലിഖാഅഹു. സ്വന്തം ശരീരത്തിന്റെ ആഗ്രഹങ്ങളെക്കാൾ, സ്വന്തം ശരീരത്തിന്റെ തൃപ്തിയേക്കാൾ അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ പ്രീതിയും തിരഞ്ഞെടുത്തവർക്കുള്ള വലിയ പ്രതിഫലമാണ്. ഈ വലിയ രൂപത്തിലുള്ള ജനങ്ങൾ ഇന്നേ വരെ കാണാത്ത കഫൻ തുണിയുമെല്ലാം അള്ളാഹു ഈ മനുഷ്യന് കൊടുക്കാനുള്ള കാരണം എന്താണ്? എല്ലാത്തിൻ്റെയും അപ്പുറത്ത്, സ്വന്തം താല്പര്യങ്ങൾക്കും സ്വന്തം തൃപ്തികൾക്കും അപ്പുറത്ത് അള്ളാഹുവിന്റെ തൃപ്തിയെ പരിഗണിച്ചത് കൊണ്ടാണ്, അള്ളാഹുവിന്റെ തൃപ്തിയെ ആദരിച്ചത് കൊണ്ടാണ്. എന്നു മാത്രമല്ല, ഈ മനുഷ്യൻ എന്നെ കാണാൻ ഇഷ്ടം വെച്ച മനുഷ്യനാണ്, അതുകൊണ്ട് ഈ മനുഷ്യനെ കാണാൻ ഞാനും ഇഷ്ടം വെച്ചിട്ടുണ്ട് എന്ന് ആ കഫംപുടയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹാദാ ജസാഉ മിൻ റബ്ബി. നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് ഈ മനുഷ്യന് ലഭിച്ചിട്ടുള്ള അങ്ങേയറ്റത്തൊരു ഗിഫ്റ്റാണത്. ആ മനുഷ്യൻ അബു യൂസുഫ് റളിയല്ലാഹുവിന്റെ അടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അത്ര വലിയ സമർത്ഥനല്ല. അബു യൂസുഫ് തങ്ങൾ എല്ലാ ദിവസവും നോമ്പ് അനുഷ്ഠിക്കും. ഈ മനുഷ്യൻ ഒന്നരാടാ നോമ്പ് അനുഷ്ഠിക്കുന്നത്. പക്ഷെ ഈ മനുഷ്യൻ എന്ത് ചെയ്യും? മുഹറം 1 തൊട്ട് 10 വരെ എല്ലാ ദിവസവും നോമ്പ് അനുഷ്ഠിക്കും. അങ്ങനെ മഹാനവറുകളുടെ മയ്യത്തെല്ലാം മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ തന്നെ മറവ് ചെയ്യുന്നു. അതിന്റെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് അബു യൂസുഫ് തങ്ങൾ ചെറുതായി ഒന്ന് മയങ്ങുകയാണ്. ആ മയക്കത്തിൽ അതേ നല്ല ഒരു കുതിരയുടെ പുറത്ത് മഹാനുഭാവൻ ഇങ്ങനെ വരികയാണ്. നല്ല ഭംഗിയുള്ള ഒരു കുതിര. ആ ഭംഗിയുടെ പുറത്ത് തന്നെ നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇങ്ങനെ വരുന്നു. പക്ഷെ കൂട്ടുകാരന്റെ കയ്യിൽ നല്ല ഒരു കൊടിയുണ്ട്. ആ കുതിരയുടെ പുറകിലായി വേറെയും കുറെ ആളുകളുണ്ട്. ആ ആളുകളുടെ കൂട്ടത്തിൽ സുമുഖനായ സുന്ദരനായ ഒരാളുണ്ട്, അല്പം പ്രായം ചെന്ന മനുഷ്യനുണ്ട്, യുവാവായ മറ്റൊരാളുമുണ്ട്. ഇങ്ങനെ കുറച്ചാളുകളുമായിട്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ കടന്നു വരുന്നത്. ഈ സമയത്ത് ചോദിക്കുകയാണ്, മൻ ഹൗലാ? ഓ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തേ, നിങ്ങൾ ഈ പിടിച്ച കൊടിയുടെ പുറകിലായി നിൽക്കുന്ന സുമുഖനായ വ്യക്തി ആരാണ്? അല്പം പ്രായം ചെന്ന വ്യക്തി ആരാണ്? മറ്റൊരു സുമുഖനായ വ്യക്തിയുണ്ടല്ലോ, ഇതെല്ലാം ആരാണ്? ഈ സമയത്ത് ഈ മനുഷ്യൻ മറുപടി പറയുകയാണ്, അതെ, എന്റെ പിറകിലുള്ള മനുഷ്യരാരാണെന്നറിയുമോ? എന്റെ പിറകിലുള്ളത് ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വജൂദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അൻത ശംസുൻ അൻത ബദ്റുൻ അൻത നൂറുൻ ഫൗഖ നൂർ. വെട്ടിത്തിളങ്ങുന്ന സൂര്യനേക്കാൾ 14-ാം രാവിന്റെ രാവിൽ ആകാശത്ത് നിർഗളിച്ചു നിൽക്കുന്ന ചന്ദ്രനേക്കാൾ ബദറുൽ മുനീറിനേക്കാൾ ഭംഗിയുള്ള ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ അത്? 14-ാം രാവിൽ അതേ സ്വഹാബത്ത് മുറ്റത്തിറങ്ങിക്കൊണ്ട് ചന്ദ്രനിലേക്ക് ഇങ്ങനെ നോക്കും. എന്നിട്ട് റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും. ആർക്കാണ് വലിയ പ്രകാശമുള്ളത്? എന്റെ ഹബീബിനാണ്. അൻത നൂറുൻ ഫൗഖ നൂർ. എല്ലാത്തിന്റെയും അപ്പുറത്തുള്ള പ്രകാശമാണ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ ഹബീബായ തങ്ങളിലേക്ക് നോക്കിയിട്ട് ഇതാണോ സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ മൂർധന്യ ഭാവം എന്ന് സ്വഹാബത്ത് വരെ ആശ്ചര്യപ്പെട്ടു പോയവരാണ്. ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹ്
അല്ലാഹുവേ ഒരുപാട് ആവർത്തി ഹബീബിനെ യഖ്ളത്തിലും മനാമിലും കാണാൻ സാധുക്കളായ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ഈ മനുഷ്യൻ പറയുന്നു, എന്റെ പിറകിലുള്ള ചെറുപ്പക്കാരനായ സുമുഖനായ ആര് കണ്ടാലും കണ്ണെടുക്കാത്ത സൗന്ദര്യത്തിന്റെ ഉടമയാരാണ്? അത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനയുടെ രാജകുമാരൻ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇനി ആ സുമുഖനായ ചെറുപ്പക്കാരന്റെ പിറകെ അല്പം പ്രായം തോന്നിക്കുന്ന ഒരു മനുഷ്യനെ കാണാനുണ്ടോ? ആ മനുഷ്യനാരാണ്? അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അലാ തഹ്തീഖ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ജീവിതകാലത്ത് റസൂലുള്ളാഹിനെ വിട്ടുപിരിയാത്ത മഹാനുഭാവനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മക്കയിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് പോകാനുള്ള നേരം, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സിദ്ദീഖ് തങ്ങളുടെ വീട്ടിൽ വന്നുകൊണ്ട്, ഓ സിദ്ദീഖ്, മക്ക വിട്ട് മദീനയിലേക്ക് പോകാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് സിദ്ദീഖ് തങ്ങളുടെ ഹൃദയം പൊട്ടിപ്പോയില്ലേ? ആ സമയത്ത് സിദ്ദീഖ് തങ്ങൾ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, അങ്ങക്ക് പോകാതിരുന്നുകൂടെ എന്നുള്ളതല്ല, അങ്ങ് മക്ക വിട്ട് മദീനയിലേക്ക് പോകുമ്പോൾ അങ്ങയുടെ ചെരുപ്പെടുത്ത് നടക്കാനെങ്കിലും, അങ്ങക്കൊരു ഖിദ്മത്ത് ചെയ്യാനായിട്ടെങ്കിലും ഈ സിദ്ദീഖ് അങ്ങയുടെ കൂടെ വന്നോട്ടെ നബിയേ. സിദ്ദീഖ് ഇല്ലാതെ മക്ക വിട്ട് മദീനയിലേക്ക് പോകില്ലേ? സിദ്ദീഖിനെ മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങ് മദീനയിലേക്ക് പോകല്ലേ നബിയേ എന്ന് പറഞ്ഞവരാണ് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ആ ഹിജ്റയുടെ യാത്ര എത്ര മനോഹരമായിരുന്നു! എത്ര മനോഹരമാണ് ആ യാത്ര എന്ന് പറയുന്നത്. അല്ലാ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ കുറച്ചു ദൂരം സിദ്ദീഖ് തങ്ങൾ മുന്നോട്ടോടുന്നു, തിരിച്ചു കുറച്ചു ദൂരം പിന്നോട്ടോടുന്നു, വീണ്ടും ഇത് ആവർത്തിക്കുന്നു. റസൂലുള്ളാഹി ചോദിക്കുന്നു, യാ സിദ്ദീഖ്, ഓ സിദ്ദീഖേ, എന്തിനാണ് ഇങ്ങനെ മുന്നോട്ടും പിന്നോട്ടും ഇങ്ങനെ ഓടുന്നത്? ഒരു ഭാഗത്ത് നിന്നുകൂടെ സിദ്ദീഖേ. ആ സമയത്ത് സിദ്ദീഖിന്റെ മറുപടി, നബിയേ, ഞാൻ മുന്നിലേക്ക് ഓടുന്നത് അങ്ങ് വരുന്ന വഴിയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറ്റാനാണ്. എന്റെ ഹബീബ് നടക്കുമ്പോ കാലിൽ ഒരു മുള്ള് തറച്ചുകൂടാ, ഒരു കല്ലിന്റെ കൂർത്ത ഭാഗം പോലും അങ്ങയുടെ കാലിൽ തട്ടിക്കൂടാ, അങ്ങ് നടക്കുന്ന വഴിയിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിക്കൂടാ. ഞാൻ പിന്നിലേക്ക് ഓടുന്നത് എന്റെ ഹബീബിനെ തിരഞ്ഞുകൊണ്ട് ആരെങ്കിലും പിന്നാലെ വരുന്നുണ്ടോ എന്ന് നോക്കാനാണ് നബിയേ. ഇതെല്ലാം ആലോചിക്കുമ്പോ സിദ്ദീഖിന് അടങ്ങിയിരിക്കാൻ കഴിയൂല നബിയേ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് ഇല്ലാത്ത റസൂലുള്ളാഹിയുണ്ടോ? റസൂലുള്ളാഹിന്റെ ചരിത്രം എവിടെ പറഞ്ഞാലും അവിടെ സിദ്ദീഖ് തങ്ങളില്ലേ? സിദ്ദീഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴലല്ലേ? സിദ്ദീഖ് ഹബീബായ തങ്ങൾ ഉറങ്ങാതെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഉറങ്ങാറുണ്ടോ? ഇല്ല. ഹബീബ് ഭക്ഷിക്കാറുണ്ടോ? ഇല്ല. ഹബീബ് കടക്കാറുണ്ടോ? ഇല്ല. എന്റെ ഹബീബ് ധരിക്കാത്ത ഖമീസ് പോലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞവരാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇനി ആരാണ് കൂടെയുള്ളത്? ഇനി കൂടെയുള്ള ഒന്ന്, അതേ അല്പം പ്രായം ചെന്ന ഒരാളുകൂടെ കൂടെയുണ്ട്. അത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അവർക്ക് പിന്നാലെ കണ്ട ഒരു ചെറുപ്പക്കാരൻ ആരാണ്? അത് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്.
അവർക്ക് പിറകിൽ അല്പം പ്രായം ചെന്ന ഒരാളെ കൂടി കാണാം. അത് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണ്. ഈ ഒരു കോമ്പിനേഷൻ കണ്ട് നമ്മൾ അസൂയപ്പെട്ട് കാര്യമില്ല. ഇത് മാറൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇനി നാളെ മഹ്ശറയിൽ എവിടെ കണ്ടാലും അതിന്റെ വലതുഭാഗത്ത് സിദ്ദീഖ് തങ്ങളും ഇടതുഭാഗത്ത് ഉമർ തങ്ങളും ഉണ്ടാകും. സ്വർഗത്തിൽ എൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ നടന്നാലും അവിടെ സിദ്ദീഖ് തങ്ങളും ഉമർ തങ്ങളും ഉസ്മാൻ തങ്ങളും അലിയാർ തങ്ങളും ഉണ്ടാകും. അവരില്ലാതെ റസൂലുള്ളാഹി നടക്കൂല. കാരണം ജീവിതം മൊത്തം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമർപ്പിച്ചവരല്ലേ അവരെന്ന് പറയുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ധൈര്യം എത്രയായിരുന്നു! ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ധൈര്യം എത്രയായിരുന്നു! ഉമർ തങ്ങളുടെ വഫാത്തിന്റെ സമയത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, നമുക്ക് സമയമില്ല അത് മുഴുവൻ പറയാൻ. ഉമർ തങ്ങളുടെ വഫാത്തിന്റെ സമയം അവിടുന്ന് വേദന അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വരികയാണ്. എന്നിട്ട് ഉമർ തങ്ങളോട് പറയുന്നു, ഉമറേ, നിങ്ങളുടെ മുന്നിൽ 2 ഓപ്ഷനുകളുണ്ട്. ഒന്നിരിക്കൽ നിങ്ങൾ ഈ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, ആ വേദന ഞാൻ മാറ്റിത്തരാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ നോമ്പ് തുറ എന്റെ കൂടെയാക്കാം. എന്താണ് ഉമറേ നിങ്ങൾക്ക് വേണ്ടത്? ഉടനെ തന്നെ ചിന്തിക്കാൻ സമയമില്ല, ആലോചിക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് ഒരു സെക്കൻഡ് പോലും വേണ്ട. അവിടുന്ന് പറയുകയാണ്, എനിക്ക് എന്റെ വേദന ശമിപ്പിക്കേണ്ട നബിയെ, എനിക്ക് അങ്ങയുടെ കൂടെ നോമ്പ് തുറന്നാൽ മതി. ഉമറിന് മരണത്തെ ഭയമില്ല നബിയേ. ഇന്നത്തെ നോമ്പ് തുറ അങ്ങയുടെ കൂടെയാണെങ്കിൽ ഈ ദുനിയാവ് ഉമറിന് വേണ്ട നബിയേ എന്ന് പറഞ്ഞു റസൂലുള്ളാഹിനോട് ഉമർ മരിക്കാൻ തയ്യാറാണ്. എന്റെ മക്കളെ വിട്ട്, ഭാര്യമാരെ വിട്ട്, എന്റെ അധികാരം വിട്ട്, എനിക്കുള്ള സർവങ്ങളായ എല്ലാ അവകാശങ്ങളെയും വിട്ട് ഹബീബിന്റെ കൂടെ ഇരിക്കാൻ ഉമർ തയ്യാറാണെന്ന് പറഞ്ഞവരാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ പറയാനുണ്ട്, ഉസ്മാൻ തങ്ങൾ പറയാനുണ്ട്, അലിയാർ തങ്ങൾ പറയാനുണ്ട്. നമുക്ക് മറ്റൊരിക്കൽ വിശദമായി അവരെ കുറിച്ച് പറയാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയത്ത് അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറയുകയാണ്, ഞങ്ങളെല്ലാവരും കൂടി ചെറിയൊരു യാത്ര പോവുകയാണ്. അതുകൊണ്ട് ഈ യാത്രാ സംഘത്തിന്റെ നായകരാരാണ്? റസൂലുള്ളാഹിയാണ്. യാത്രാ സംഘത്തിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? സയ്യിദുനാ സിദ്ദീഖ് തങ്ങളാണ്, ഉമർ തങ്ങളാണ്, ഉസ്മാൻ തങ്ങളാണ്, അലിയാർ തങ്ങളാണ്. ഈ യാത്രാ സംഘത്തിന്റെ പതാക എന്തുന്നവനാണ് ഞാൻ. യാത്രയിലുള്ളത് നിസ്സാരക്കാരല്ല. ഈ സംഘത്തിന്റെ പതാക, ആ പതാക പിടിച്ചുകൊണ്ട് നടക്കുന്നവരാണ് ഞാൻ. ആ സമയത്ത് അബൂ യൂസുഫ് തങ്ങൾ ചോദിക്കുകയാണ്, ബിമനിൽ തഹാദിഹിൽ കറാമാത്ത്. ഓ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തേ, നിങ്ങൾക്ക് ഈ മഹത്വമല്ല ലഭിക്കാനുള്ള കാരണം എന്താണ്? ഈ മഹത്വങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കാനുള്ള കാരണം എന്താണ്? ആ സമയത്ത് ഈ പ്രിയപ്പെട്ട സുഹൃത്ത് പറയുകയാണ്, ബിഈസാരി റിളല്ലാഹി അലാ റിളാഇ. എല്ലാ താല്പര്യങ്ങളുടെ അപ്പുറത്തും എന്റെ താല്പര്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ താല്പര്യങ്ങളാണ്. ഈ ദുനിയവിയായ ലോകത്ത് എനിക്ക് പ്രത്യേക ഇഷ്ടങ്ങളില്ല. ഈ ദുനിയവിയായ ലോകത്ത് എനിക്ക് പ്രത്യേക താല്പര്യങ്ങളില്ല. എന്റെ ഇഷ്ടങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളാണ്. എന്റെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ താല്പര്യങ്ങളാണ്. കഴിഞ്ഞോ ഇല്ല വബിസൗമി അശ്രിൽ മുഹറമീം. ഈ സ്ഥാനം കിട്ടാൻ എനിക്കുള്ള കാരണം എന്ന് പറയുന്നത് മുഹറം മാസത്തിലെ 10 ദിവസത്തെ നോമ്പാണ്.
മുഹറം 1 തൊട്ട് 10 വരെ എല്ലാ വർഷവും മുടങ്ങാതെ ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടി നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇത്ര വലിയ സ്ഥാനം റബ്ബ് എനിക്ക് നൽകിയത്. ഇത് പറഞ്ഞിട്ട് അബൂ യൂസുഫ് തങ്ങൾ പറയുകയാണ്, ഞാൻ അങ്ങനെ ഉറക്കിൽ നിന്നുണർന്നു. പിന്നീട് ഞാൻ ജീവിച്ച ജീവിതകാലത്ത് ഒരിക്കൽ പോലും മുഹറം 10 ദിവസത്തെ നോമ്പ് ഞാൻ ഒഴിവാക്കിയിട്ടില്ല. അല്ലാഹുവേ, നിന്റെ ഔലിയാക്കൾക്ക് നീ നൽകിയ സ്ഥാനത്തിൽ നിന്ന് ഏതെങ്കിലും രൂപത്തിലുള്ള ചെറിയ ഒരു സ്ഥാനം കൊണ്ടെങ്കിലും ഞങ്ങളെ ഇരുലോകത്തും നീ സന്തോഷിപ്പിക്കണം അല്ലാഹുവേ, ഞങ്ങളെ സന്തോഷിപ്പിക്കണം അല്ലാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വരാനിരിക്കുന്നത് മുഹറം മാസമാണ്. ഷഹ്റുല്ലാഹിൽ മുഹറം, അത് അല്ലാഹുവിൻ്റെ മാസമാണ്. അർബഅതു ഹുറുമും മിൻഹൽ മുഹറം, അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം ഹറാമാക്കിയ മാസങ്ങളിൽ അതിപ്രധാനമായ മാസമാണ്. അഫ്ളലുസ് സിയാമി ബഅദ റമളാന ഷഹ്റുല്ലാഹിൽ മുഹറം, റമളാൻ കഴിഞ്ഞാൽ നോമ്പ് നോൽക്കാൻ ഏറ്റവും സുന്ദരമായ മാസം, മഹത്വമുള്ള മാസം മുഹറമാണ്. ഇതിന്റെ എല്ലാം അപ്പുറത്ത് വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കപ്പെട്ട 10 ദിവസങ്ങളിൽ മുഹറത്തിന്റെ 10 ദിനരാത്രികളാണ് എന്ന് പല തഫ്സീറുകളിലും രേഖപ്പെടുത്തിയതായിട്ട് കാണാമല്ലോ. അല്ലാഹു ബഹുമാനിച്ച മാസമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഈ മുഹറം മാസത്തെ നന്നായി ആദരിക്കണേ, നന്നായി ബഹുമാനിക്കണേ. ഈ മുഹറം മാസത്തിൽ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തികളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും, സ്വന്തം ശരീരങ്ങളോട് അതിക്രമങ്ങൾ കാണിക്കാൻ പാടില്ല. ഈ 10 ദിവസത്തെ നന്നായി സൂക്ഷിക്കണം. ഹറാമുകളെ തൊട്ടെല്ലാം കാക്കണം. ഹലാലായ കാര്യങ്ങളിലേക്ക് ധാരാളമായി അധികരിക്കണം. കഴിയുമെങ്കിൽ മുഹറം 1 തൊട്ട് 10 വരെ നോമ്പനുഷ്ഠിക്കണം. ഇനി അത് കഴിയില്ല എന്നുണ്ടെങ്കിൽ അതേ ആശുറാന്റെ നോമ്പ്, താസുആന്റെ നോമ്പ് അനുഷ്ഠിക്കണം. മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പ് അനുഷ്ഠിക്കണം. മുഹറം 1-ന്റെ രാത്രിയിൽ അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്താൻ വേണ്ടി സമയം കണ്ടെത്തണം. ആ രാത്രിയിൽ തഹജ്ജുദ് വേണേ. ധാരാളം അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലി അല്ലാഹുവിലേക്ക് അടുക്കണേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.